നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് ഈ ഒരു ഗോൾഡ് ജ്വല്ലറി മാർക്കറ്റുമായിട്ട് വലിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. നമ്മളാണ് ഓൾമോസ്റ്റ് ഇന്ത്യയിലെ ആ ഒരു ഗോൾഡ് ജ്വല്ലറി മാർക്കറ്റിന്റെ 40%. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതുപോലെ ഒരു കമ്പനിയാണ്. ഈ ഒരു ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ മെയിൻ ആയിട്ട് ജ്വല്ലറി റീറ്റെയിൽ സ്റ്റോറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് 61 സ്റ്റോറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ലളിത ജ്വല്ലറി മാർട്ട് എന്നുള്ള കമ്പനിയെ കുറിച്ചാണ്. നമുക്കറിയാം 2000 ഈ ഒരു ഇന്ത്യയിലെ ജ്വല്ലറി മാർക്കറ്റ് 99% അൺഓർഗനൈസ്ഡ് ആയിരുന്നു. പല രീതിയിലുള്ള ആൾക്കാരാണ് ഈ ഒരു ജ്വല്ലറീസ് വിറ്റുകൊണ്ടിരുന്നത്, പലയിടത്താണ് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു മാർക്കറ്റ് ഇപ്പോൾ വളരെയധികം ഓർഗനൈസ്ഡ് ആണ്. ഈ ഒരു ടൈറ്റൻ, കല്ലൻ ജ്വല്ലേഴ്സ്, മലബാർ ഗോൾഡ് അതുപോലുള്ള കമ്പനികളൊക്കെ ഈ ഒരു ബിസിനസ് ഇപ്പോൾ ഓൾമോസ്റ്റ് 40% ഇന്ത്യയിലെ ജ്വല്ലറി മാർക്കറ്റ് ഓർഗനൈസ്ഡ് ആക്കി കഴിഞ്ഞു. നമ്മുടെ ആ ഒരു രാകേഷ് ജുൻജുൻവാലയുടെയൊക്കെ ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത അതേ ടീം 2030 ഓൾമോസ്റ്റ് ഈ ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റും അൺഓർഗനൈസ്ഡ് മാർക്കറ്റും പകുതിയാവും. ഓൾമോസ്റ്റ് 50% ഓർഗനൈസ്ഡ്, 50% അൺഓർഗനൈസ്ഡ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്കായിരിക്കും. ഈ ഒരു ടൈറ്റൻ, കല്യാൺ ജ്വല്ലേഴ്സ്, അതുപോലെ ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഈ ഒരു ലളിത ജ്വല്ലറി മാർട്ട് എന്നുള്ള കമ്പനികൾ. അപ്പോൾ ഈ ഒരു കമ്പനി നമുക്ക് ലോങ് ടേമിലേക്ക് എന്ത് വാല്യൂ ഈ ഒരു IPOയിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കിട്ടും. അതുപോലെ ഷോർട്ട് ടേം ലിസ്റ്റിംഗ് ഗെയിൻസിലായിരിക്കും ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോവാണ്. ആദ്യം തന്നെ ഈ ഒരു കമ്പനിയുടെ IPO ഓപ്പൺ ആവുന്നത് ഓഗസ്റ്റ് 17 19 ക്ലോസ് ചെയ്യും. 20 ഈ ഒരു അലോട്ട്മെൻറ്റ് ഫൈനലൈസേഷൻ, അതുപോലെ 21 ഈ ഒരു കമ്പനിയുടെ അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റും, അല്ലെന്നുണ്ടെങ്കിൽ റീഫണ്ട് ക്രെഡിറ്റ് ആവുന്ന ദിവസമാണ്. അതുപോലെ 24 ഈ ഒരു കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്നത്. പ്രൈസ് ബാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് 190 201 രൂപയ്ക്ക് ഇടയ്ക്കാണ്. ആ ഒരു 201 അപ്പർ പ്രൈസ് ബാൻഡ്. ആ ഒരു പ്രൈസിൽ അപ്ലൈ ചെയ്താലേ നമുക്ക് അലോട്ട്മെന്റ് കിട്ടത്തുള്ളൂ. അതിൽ തന്നെ ഈ ഒരു കമ്പനി 1700 കോടി രൂപയുടെ IPO ആണ്. അതിൽ 1200 കോടിയോളം രൂപ ഫ്രഷ് ഇഷ്യൂവും 500 കോടി രൂപ ഓഫ് ഓഫ് സെയിലുമാണ്. ഈ ഒരു ഫ്രഷ് ഇഷ്യൂവിൽ ഈ ഒരു കമ്പനി ബേസിക്കലി ഒരു 12 സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാനുള്ള പ്ലാനാണ്. എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അതുപോലെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ലാൻഡ് അക്വയർ ചെയ്യുകയോ അതിനുള്ള പ്ലാൻസോ ഒന്നും ഈ ഒരു കമ്പനി ഇതുവരെ ചെയ്തിട്ടില്ല. അടുത്ത വരുന്ന ഫൈനാൻഷ്യൽ ഇയറിൽ 5 സ്റ്റോർ ഓപ്പൺ ചെയ്യണമെന്നാണ് ഈ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു 1200 കോടി രൂപയിൽ 1014 കോടിയോളം രൂപ യൂസ് ചെയ്യുന്നത്. ബാക്കി പൈസ ജനറൽ കോർപ്പറേറ്റ് പർപ്പസുകൾക്ക്, ആ ഒരു കമ്പനിയുടെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കും, IPO പ്രൊസീഡിങ്സ്, അതുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. 500 കോടി ഓഫ് ഓഫ് സെയിലുണ്ട്. ഓഫ് ഓഫ് സെയിൽ എന്ന് വെച്ചാൽ ബേസിക്കലി അതിനകത്തുള്ള ആൾക്കാർ ഷെയർസ് വിൽക്കുന്നതാണ്. അതിൻ്റെ ഓൾറെഡി ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ. ആരാണ് ഇതിൽ ഷെയർസ് വിൽക്കുന്നത്? കിരൺ കുമാർ ജെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പ്രൊമോട്ടറാണ് ഇതിൻ്റെ ഷെയർസ് വിൽക്കുന്നത്. ഈ ഒരു IPOയ്ക്ക് ശേഷം 97.7 നിന്ന് 82.9 ഈ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറയും. ഈ ഒരു കമ്പനിയുടെ ആ ഒരു അപ്പർ പ്രൈസ് ബാൻഡിൽ ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് 11,250 കോടി രൂപയാണ്. ഈ ഒരു കമ്പനി 1985 സ്റ്റാർട്ട് ചെയ്തതാണ്. ചെന്നൈയിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റോറുമായിട്ട്. ഈ ഒരു 2024 അവർ 2 സബ്സിഡിയറികളെ അക്വയർ ചെയ്യുകയും അതുപോലെ തന്നെ ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് കൂടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. 800ഓളം തട്ടാന്മാർ ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇൻഹൗസ് ആയിട്ടാണ് 80% ഈ ഒരു റീറ്റെയിൽ സ്റ്റോഴ്സിൽ വിൽക്കുന്ന ജ്വല്ലറികളെല്ലാം ഉണ്ടാക്കുന്നത്. ഇവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന മാസ് മാർക്കറ്റാണ്. ആ ഒരു പ്രൈസ് കോൺഷ്യസ് ആയിട്ട്, ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് പ്രൈസിംഗിൽ ആണ് അവർ ആ ഒരു ജ്വല്ലറീസ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽസ്, നമ്മൾ മാർജിൻസിൽ ആ ഒരു കാര്യം കാണാൻ പറ്റും. അവരുടെ മെയിനായിട്ടുള്ള സ്റ്റോർ വരുന്നത് ആന്ധ്രയിൽ, തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, തെലുങ്കാനയിൽ, അതുപോലെ പോണ്ടിച്ചേരിയിലൊക്കെയാണ്. പിന്നെ ഇവരുടെ കാര്യത്തിൽ നമുക്ക് നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ആവറേജ് സ്റ്റോർ ഏരിയ എന്ന് പറയുന്നത് ബാക്കിയുള്ള കമ്പനികളെക്കാളും ഒരുപാട് കൂടുതലാണ്. ഓൾമോസ്റ്റ് 10,000 സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് ആ ഒരു കമ്പനിയുടെ ഒരു സ്റ്റോർ വരുന്നത്. താരതമ്യേന ബാക്കിയുള്ള കമ്പനികളൊക്കെ ഒരു 2,000 സ്ക്വയർ ഫീറ്റ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു റവന്യൂസ് ആ ഒരു പെർ സ്ക്വയർ ഫീറ്റിലുള്ളത് വളരെയധികം കൂടുതലാണ്. ബാക്കിയുള്ള കമ്പനികളെക്കാൾ ഒരുപാട് കൂടുതലാണ്. ആ ഒരു കമ്പനിയുടെ പെർ സ്റ്റോർ റവന്യൂ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു കമ്പനിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 2024 നിന്ന് 2026 നല്ലൊരു രീതിയിൽ റവന്യൂവിൽ വളർച്ചയുണ്ട് ഈ ഒരു കമ്പനിയിൽ. പക്ഷേ കമ്പനി ആ സമയത്ത് 2024 ഓൾമോസ്റ്റ് 26,000 കിലോ സ്വർണം വിറ്റുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ ഈ ഒരു 2026 21,000 കിലോളം സ്വർണ്ണം മാത്രമേ വിൽക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഗോൾഡ് സെയിൽസ് വലുതായിട്ട് കൂടിയിട്ടില്ല, അത് കുറഞ്ഞിട്ടേ ഉള്ളൂ നല്ല രീതിയിൽ. പക്ഷേ ഈ ഒരു റവന്യൂവിൽ ഇത്ര മാത്രം ഒരു 50% വളർച്ച എങ്ങനെ സംഭവിച്ചു? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സ്വർണത്തിൻ്റെ വില കൂടിയതുകൊണ്ടാണ്. ഇവരുടെ ആ ഒരു റിയലൈസേഷൻ ആ ഒരു 70 ലക്ഷം രൂപയിൽ നിന്ന് ആ ഒരു കിലോയുടെ പുറത്തുള്ള ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 കോടിയോളം രൂപയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിയലൈസേഷനിലുള്ള ആ ഒരു വ്യത്യാസമാണ് ഈ ഒരു കമ്പനിയുടെ റവന്യൂസിൽ അത്ര ഒരു ഗ്രോത്ത് ഇപ്പോഴും കാണിക്കുന്നതിൻ്റെ കാര്യം. നമുക്കറിയാം 2020 വെറും 50 ലക്ഷം റേഞ്ചിൽ ആ ഒരു 1 കിലോ സ്വർണ്ണത്തിൻ്റെ വില നിന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 കോടിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിൽ ആ ഒരു വ്യത്യാസം ഈ ഒരു കമ്പനിയുടെ റവന്യൂസ് ഒരുപാട് കൂടുതൽ ആക്കുന്നുണ്ട്. അതുപോലെ അവരുടെ മാർജിൻസ്, അവരുടെ ആ ഒരു ബാക്കിയുള്ള കോസ്റ്റുകളൊക്കെ ഓൾമോസ്റ്റ് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മാർജിൻസിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു FY26 ആ ഒരു പ്രോഫിറ്റ്സിലും നല്ലൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം സസ്റ്റൈനബിൾ ആണോ? ഈ ഒരു ഗ്രോത്ത് എന്തുകൊണ്ടാണ് ഉണ്ടായെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് നമുക്കറിയാം ആ ഒരു ഗ്രോത്ത് അങ്ങനെ സസ്റ്റൈനബിൾ അല്ല എന്നുള്ളത്. ഈ ഒരു ഗ്രോത്തിൻ്റെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വർണ്ണത്തിൻ്റെ വില കൂടിയതുകൊണ്ട് തന്നെ ഇവരുടെ പുതിയ ഇൻവെൻറ്ററി എടുത്ത് വെക്കണമല്ലോ, പുതിയ
ഗോൾഡ് ജ്വല്ലറി എടുത്ത് വെക്കണമല്ലോ ഇവർക്ക് വീണ്ടും വിൽക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് സ്വർണം മേടിക്കണമല്ലോ. അപ്പോൾ ഇവർ ഗോൾഡ് പ്രൈസ് ഹെഡ്ജ് ചെയ്യുന്നൊരു രീതിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഹെഡ്ജിങ് ചെയ്യാത്തതുകൊണ്ടും തന്നെ ഇവർക്ക് ആ ഒരു ഇൻവെൻട്രിയിൽ വലിയൊരു പൈസ ലോക്കായി മാറും. അപ്പോൾ വീണ്ടും വലിയ തുക കൊടുത്ത് ആ ഒരു ഇൻവെൻട്രി തിരിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോസ് 2026 ആ ഒരു ക്യാഷ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു കഥ നമ്പേഴ്സിൽ വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം. ലളിത ജ്വല്ലറി മാർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആ ഒരു ഫൈനാൻഷ്യൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു 16,800 എന്നുള്ള ആ ഒരു റേഞ്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ 25,000 കോടിയായിട്ടുണ്ട് ആ FY26. അതിൻ്റെ കാരണം ഈ ഒരു ഗോൾഡ് പ്രൈസിലുള്ള റിയലൈസേഷനാണ്. ആ ശതമാനത്തിൽ തന്നെ ഗോൾഡ് പ്രൈസിൻ്റെ വില കൂടിയിട്ടുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 176%. ആ ഒരു മാർജിൻസിൽ വലിയൊരു ഡിഫറൻസ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ ഒരു ജ്വല്ലറി ഉണ്ടാക്കുന്നതിന് ചിലവായ പൈസ എല്ലാം അവിടെ ഫിക്സഡ് ആണ്. അതിനൊന്നും വലിയ വ്യത്യാസമില്ല. പക്ഷേ അവർ വിറ്റ ആ ഒരു പ്രോഡക്റ്റിൻ്റെ വില നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം വരുന്നത് ആ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാവും. 2025 പോസിറ്റീവായിട്ടുള്ള ആ ഒരു ക്യാഷ് ഫ്ലോ 2026 നെഗറ്റീവായിട്ട് മാറി. ഓൾമോസ്റ്റ് 400 കോടിയോളം നെഗറ്റീവ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് ഈ ഒരു കമ്പനിയിലോട്ട് വന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 ആ ഒരു വില വ്യത്യാസം കൊണ്ട് പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ പുതിയ ഗോൾഡ് എടുക്കണമെങ്കിൽ ആ ഒരു പുതിയ വിലയിൽ വേണം വീണ്ടും എടുക്കാൻ. ആ ഒരു ഇൻവെൻട്രി വീണ്ടും തിരിച്ച് ആ ഒരു കടയിലോട്ട് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുപോലെ ഈ ഒരു കമ്പനിയുടെ വാല്യുവേഷൻസ് അതിൻ്റെ PS ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ PE വരുന്നത് 11 അപ്പോൾ നമുക്ക് നോക്കാമെങ്കിൽ ഈ ഒരു കമ്പനി വളരെയധികം ബാർഗൈനായിട്ട് നമുക്ക് തോന്നും. ടൈറ്റനോ കല്യാണോ അതുപോലെ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ ഈ ഒരു PN ഗാഡ്ഗിലും സെൻഗോ ഗോൾഡൊക്കെ ആയാലും കുറച്ചുകൂടെ വലിയ സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 11 PE എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വാല്യൂഷനായിട്ട് തോന്നാം. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ മാർജിൻസ്, ഒന്നാമത്തെ കാര്യം ഈ ഒരു കമ്പനിയുടെ മാർജിൻസ് കുറവാണ്. ഇതുപോലെ പറഞ്ഞ കമ്പനികളിലേക്ക് ഇബിട്ട മാർജിൻസ് ഓൾമോസ്റ്റ് 12% നിൽക്കുമ്പോൾ ഈ ഒരു കമ്പനിയുടെ ഇബിട്ട മാർജിൻ ഓൾമോസ്റ്റ് 6%-ത്തിനടുത്താണ്. അപ്പോൾ അവിടെ പകുതിയോളം ഇബിട്ട മാർജിൻസേ ഉള്ളെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സൗത്തിൽ ഇവരുടെ മെയിനായിട്ടുള്ള മാർക്കറ്റിൽ ഇവരുടെ മാർക്കറ്റ് ഷെയർ പതിയെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുന്തോറും. 2024 6% ഉള്ള ആ ഒരു മാർക്കറ്റ് ഷെയർ ഇപ്പോൾ 5%-ത്തിന് താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതും വലിയ സൈസ് ഉള്ളതുമായിട്ടുള്ള ഈ ഒരു കല്യാൺ ജ്വല്ലേഴ്സ്, മലബാർ ഗോൾഡ് അതുപോലുള്ള കമ്പനികളൊക്കെ ഇവരുടെ മാർക്കറ്റ് ഷെയർ പതിയെ എടുക്കുകയാണെന്ന് നമുക്ക് കൂട്ടാം. അപ്പം മാർക്കറ്റ് ഷെയർ പൊയ്ക്കൊണ്ടിരിക്കുന്ന അത്രയും സൈസ് ഇല്ലാത്ത ഒരു കമ്പനിക്ക് ആ ഒരു കോമ്പറ്റേറ്റീവ് പ്രൈസ് കിട്ടാൻ വേണ്ടി പകുതി മാർജിൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ കമ്പനിക്ക് മാർക്കറ്റ് കണക്കാക്കുന്ന ആ ഒരു ഡിസ്കൗണ്ട് ആണ് അതിൻ്റെ ആ ഒരു പ്രൈസ് ടു ഏർണിങ്സിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു IPO കുറിച്ച് ഒരു ക്ലിയർ ആയിട്ട് പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 61 സ്റ്റോറോളം ഈ ഒരു സൗത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വളർച്ചയ്ക്ക് വേണ്ടി ക്യാപിറ്റൽ ഇപ്പോൾ റേസ് ചെയ്യുന്ന ഒരു 12 സ്റ്റോറുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി റേസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഗോൾഡ് ആൻഡ് ജ്വല്ലറി റീറ്റെയിൽ കമ്പനിയാണ്. ഇവരുടെ മെയിനായിട്ടുള്ള ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗോൾഡ് പ്രൈസിലുള്ള ആ ഒരു വളർച്ച കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ക്യാഷ് ഫ്ലോസിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവരുടെ ആ ഒരു കടം 900 കോടിയിൽ നിന്ന് 1600 കോടിയായിട്ട് കൂടിയിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ആക്ച്വലി ആ ഒരു അക്കൗണ്ടിങ്ങിൽ മാത്രമുള്ള ആ ഒരു വളർച്ച ആ ഒരു കമ്പനിയിൽ കാണുന്നുണ്ട്. അത് ആ ഒരു ഗോൾഡ് പ്രൈസ് കൂടിയിട്ടുണ്ട്. അത് ഭാവിയിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയില്ല. ചിലപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നല്ലൊരു ശതമാനം കയ്യിലിരിക്കുന്ന ആ ഒരു ഹോൾഡിങ് ഇതിൻ്റെ മെയിൻ പ്രൊമോട്ടറായിട്ടുള്ള കിരൺ കുമാർ ജെയിൻ ഓഫ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ടേമിലേക്ക് ഈ ഒരു കമ്പനിയുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മാർക്കറ്റ് ഷെയർ എങ്ങനെ ആ ഒരു കമ്പനിക്ക് തിരിച്ചവിടെ പിടിച്ച് നിർത്താൻ പറ്റും, അതുപോലെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കമ്പനിയിൽ മെയിനായിട്ട് വാച്ച് ചെയ്യേണ്ടത്. അതുപോലെ ഈ ഒരു ലിസ്റ്റിംഗ് ഗെയിൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൾ നല്ലതുപോലെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിക്ക് അത്യാവശ്യം നല്ലൊരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഓൾമോസ്റ്റ് 18% ഗ്രേ മാർക്കറ്റ് പ്രീമിയം കാണിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഉറപ്പായിട്ട് ചെറിയൊരു ലിസ്റ്റിംഗ് ഗെയിൻസ് ഈ ഒരു കമ്പനിയിൽ കാണും IPOയിൽ. പക്ഷേ ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യാനുള്ള വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ ആ ഒരു ചെറിയ വാല്യുവേഷനിൽ കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ്. ആ ഒരു ചെറിയ വാല്യുവേഷൻ ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ കുറയുന്നെന്ന് മനസ്സിലാക്കി ചെറിയ ഇബിട്ട മാർജിൻസേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കമ്പനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും ഈ ഒരു കമ്പനിയിൽ നല്ലൊരു ലോങ് ടേം വാല്യൂ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യുമായിരിക്കും. ഇനി ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഒരുപാട് പൈസ ഈ ഒരു ഗോൾഡ് ജ്വല്ലറി ബിസിനസ്സിൽ ഓൾറെഡി ഉള്ളതാണ്. ആ ഒരു ഗോൾഡ് ജ്വല്ലറീസ് എന്തുമാത്രം നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ള അനുസരിച്ച് ആ ഒരു ഇൻവെൻട്രി കൂടും. പക്ഷേ ഈ ഒരു ഗോൾഡ് പ്രൈസസ് ഹെഡ്ജ് ചെയ്യുന്ന ഒരു മെത്തേഡ്സ് ഒന്നും ഈ ഒരു കമ്പനിക്ക് ഇല്ലാത്തൊരു നെഗറ്റീവാണ്. അപ്പോൾ ഈ ഒരു ലളിത ജ്വല്ലറി മാർട്ടിൻ്റെ IPO കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബാക്കി നല്ല IPOസിൻ്റെ വീഡിയോസൊക്കെ ചാനൽ ചെയ്യുന്നതാണ്. ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.